എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഷൂരിങ്ങൻ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച സോൾ റീപ്പറിനെ നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഈസി ആയിട്ട് അങ്ങനെ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് തകർത്തില്ലാതാക്കുകയാണ്. സോൾ റീപ്പറിന് നമ്മുടെ കണ്ണാടി പയ്യൻ ആരാണെന്നും എന്താണെന്നും അവന്റെ പവർ എത്രത്തോളം ഉണ്ടെന്നും ഇപ്പൊ ബോധ്യപ്പെട്ടു. അവൻ മുട്ടുമടക്കി അവന്റെ തോൽവി സമ്മതിക്കും. അതിന് നമ്മുടെ കണ്ണാടി പയ്യനാണെങ്കിൽ അവനോട് പറയും, ഇനി നീ ഒരു കാരണവശാലും എന്റെ കൺമുമ്പിൽ വരരുത്, എന്നെ ഞാൻ കൊല്ലുന്നില്ല, നിന്റെ ജീവൻ അത് നിനക്ക് ഞാൻ ഭിക്ഷയായിട്ട് തരുകയാണ്. അത് കേട്ട സോൾ റിപ്പർ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ അവനോട് കടന്നു പോകാനായിട്ട് ആവശ്യപ്പെടും. അതിന് അവനാണെങ്കിൽ നൈസായിട്ട് അങ്ങനെ ചാടി എഴുന്നേറ്റ് ഒറുകെ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. അങ്ങനെ ഒരു മൂമെന്റ് അത് നമ്മുടെ കണ്ണാടി പയ്യൻ സ്വപ്നത്തിൽ പോലും എക്സ്പെക്ട് ചെയ്തില്ല. അവൻ നൈസായിട്ട് കണ്ണാടി പയ്യനെ ഒറുകയും ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സോൾ റിപ്പേഴ്സ് ഇങ്ങനെ ചീറ്റിംഗ് ചെയ്യുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ കണ്ണാടി പയ്യനാണ്. അവൻ എന്താണെന്ന് ഒരു സെക്കൻഡ് ആ ഒരു സോൾ റിപ്പർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. കണ്ണാടി പയ്യനാണെങ്കിൽ വെട്ടിത്തിരിഞ്ഞ് കറങ്ങി ഞൊട്ടിയടയിൽ അവന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതിനുശേഷം അവന്റെ നേർക്ക് ആരോ അങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കും. സോൾ റിപ്പറിനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്നറിയില്ല. കണ്ണാടി പയ്യൻ അവനോട് പറയും, നിനക്ക് ഞാൻ ഓൾറെഡി ഒരവസരം തന്നതാണ്, നീ ഇനി ആരെയും ഉപദ്രവിക്കില്ല, ഞങ്ങളുടെ മുൻപിൽ പോലും വരില്ല എന്ന് വാക്ക് തന്നിട്ട് നീ അടുത്ത നിമിഷം തന്നെ എന്നെ ചീറ്റ് ചെയ്തു, ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് അമ്പയക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ആ സോൾ റിപ്പർ ആണെങ്കിൽ അവനോട് കെഞ്ചും, അയ്യോ ഇല്ല ഇല്ല, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ നശിപ്പിക്കരുത്, എനിക്കൊരു വലിയ തെറ്റ് പറ്റിയതാണ്. അതിന് നമ്മുടെ കണ്ണാടി പയ്യൻ, നീ ചെയ്ത തെറ്റിന് അതിനുള്ള ഏറ്റവും ചെറിയ ശിക്ഷ അതിതാണെന്ന് പറഞ്ഞ് ആരോ അതവന്റെ നെഞ്ചിലേക്ക് തന്നെ അട്ടിക്കുകയാണ്. ആരോ കുത്തിക്കയറി അവൻ ഒരുപാട് ദൂരത്തേക്ക് തെറിച്ചു പോയി അങ്ങനെ അട്ടിച്ചു വീഴും. ആ സോൾ റീപ്പറിന്റെ കാറ്റ് പോയത് കണ്ട് നമ്മുടെ ഒറീബ അവള് ഇപ്പൊ കണ്ണാടി പയ്യന് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, നീ കറക്റ്റ് ടൈം വന്നില്ലായിരുന്നുവെങ്കിൽ അവന്റെ അറ്റാക്ക് അതെന്റെ ദേഹത്ത് വീണേനെ. അതിന് കണ്ണാടി പയ്യനാണെങ്കിൽ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും ഗുഡ് ഫ്രണ്ട്സ് അല്ലേ, ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തതെന്ന് പറയും. അത് കേട്ട് ഉർഹിബ അവൾ ഒരു നിമിഷം തല താഴ്ത്തി നിൽക്കും. കാരണം അവരിൽ ഏറ്റവും പവർ കുറഞ്ഞ ആള് അത് അവളാണെന്നുള്ള ഒരു അപകർഷതാബോധം അതിപ്പോൾ അവളെ ബാധിച്ചിരിക്കുകയാണ്. റുക്കിയെ രക്ഷിക്കാനാണ് അവൾ ഇവിടേക്ക് വന്നത്. പക്ഷേ തന്നെയാണ് ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് ഓരോരോ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ചിന്തിച്ച് അവൾ വിഷമിക്കും. അവൾക്കാണെങ്കിൽ ടാക്സുമി അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. ഉടനെ എനർജറ്റിക് ആയ നമ്മുടെ ഉർഹിബ ഹാപ്പിയായി കണ്ണാടി പയ്യനോട് പറയും, നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല, എത്രയും വേഗം ഇച്ചിഗോയെ കണ്ടെത്തണം. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബ്രോ അവനാണെങ്കിൽ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് മുൻപിലേക്ക് ഓടി വരും. അല്പദൂരം മുൻപോട്ടേക്ക് ഓടി വരുമ്പോൾ ഹീറോ ഇച്ചിഗോയെ കാണുകയാണ്. ഇച്ചിഗോയെ കാണുമ്പോൾ അവനൊരു അല്പം ആശ്വാസം തോന്നും. പക്ഷേ ഹീറോയുടെ പിന്നിലും ഒരു കൂട്ടം സോൾ റിപ്പേഴ്സ് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരികയാണ്. അത് കണ്ട് നമ്മുടെ ബ്രോ ഗാച്ചു അവൻ ഡബിൾ ഷോക്ക് ആവുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് അവരെ കൊണ്ട് പറ്റും പോലെ കമ്പൈനായിട്ട് ഫൈറ്റ് ചെയ്ത് അതിൽ ഒരുപാട് സോൾ റിപ്പേഴ്സിനെ ഡിഫീറ്റ് ചെയ്ത് താഴെ വീഴ്ത്തും. ബ്രോ ആണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നീ എന്തിനാ ഈ സോൾ റിപ്പേഴ്സിനൊക്കെ വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നേ? അത് കേട്ട് ഹീറോ ആണെങ്കിൽ വണ്ടർ അടിച്ച്, നിന്റെ പിന്നിലും ഒരുപാട് സോൾ റിപ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ, നീയാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ ആശാമാര് ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് ഒരു സോൾ റിപ്പർ തെറിച്ച് വീഴും. അവനെ കിട്ടേണ്ട താമസം നമ്മുടെ ആൾക്കാരാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവനെ പിടിച്ച് ഹോസ്റ്റേജ് ആയിട്ട് വെക്കും. പക്ഷെ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സിന് ആർക്കും അവനെ പിടിച്ചു വെക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അവര് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഫേസ് ടു ഫേസ് നോക്കുകയാണ്. അപ്പൊ ഒരു ഹോസ്റ്റേജ് ആയി പിടിച്ചു വെച്ചിരിക്കുന്ന ആ സോൾ റിപ്പർ പറയും, ആക്ച്വലി ഞാൻ 4th യൂണിറ്റിലെ ഒരു മെമ്പറാണ്, ബാക്കിയുള്ളവരെല്ലാവരും 11th യൂണിറ്റിലെയും. സ്ക്വാഡ് യൂണിറ്റ് 4-ലുള്ള ഞങ്ങളെപ്പോലുള്ള സോൾ റിപ്പേഴ്സ് ഞങ്ങളെല്ലാവരും വളരെ വീക്കാണ്. സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് മെയിൻലി ഞങ്ങളെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഞങ്ങളുടെ ജീവന് യാതൊരു വിലയില്ലെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അതേസമയം യൂണിറ്റ് സ്ക്വാഡ് 11-ലുള്ളവര് ഭയങ്കര പവർഫുൾ ആണ്. അവരാണ് സത്യത്തിൽ യുദ്ധത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ മുൻപന്തിയിൽ നിൽക്കുക. അവർക്ക് ഞങ്ങളെപ്പോലുള്ള 4th യൂണിറ്റിലുള്ള പവർ കുറഞ്ഞ സോൾ റിപ്പേഴ്സിനെ ഇഷ്ടമല്ല. സോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കൊന്നാലും യാതൊരു യൂസും ഇല്ല. അവരാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അവർ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റാക്ക് ചെയ്യും. അവനത് പറഞ്ഞു തീർക്കേണ്ട താമസം ആ സോൾ റിപ്പേഴ്സ് അവരാണെങ്കിൽ അവരുടെ വെപ്പൻ സമ്പത്തുമായിട്ട് നമ്മുടെ ആൾക്കാരെയും പിടിച്ചു വെച്ചിരിക്കുന്ന ആ സോൾ റിപ്പറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. അത് കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർ 100-110 അവിടെ ഓടുകയാണ്.
ഹീറോയും ബ്രദറും അവർ രണ്ടുപേരും അവിടുന്ന് ഓടി കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയൻ അവൻ കറക്റ്റായിട്ട് ആ സോൾ റിപ്പേഴ്സിന് മുൻപിലേക്ക് വരികയാണ്. ഓ ഷിറ്റ്, എനിക്ക് വീണ്ടും ഇച്ചിഗോയെ നഷ്ടപ്പെട്ടോ? ഞാൻ കരുതിയത് അവൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ്. അതിനാ സോൾ റിപ്പേഴ്സ് പറയും, നീ കരുതിയതൊക്കെ ശരിയാണ്, അവർ ഇത്ര നേരവും ഇവിടെ ഉണ്ടായിരുന്നു. നീ ഇവിടേക്ക് വരുന്നതിനും സെക്കൻഡുകൾക്ക് മുൻപാണ് അവനും അവൻ്റെ ഫ്രണ്ടും ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടു പോയത്. അവന് പകരം ഞങ്ങൾക്ക് നിന്നെ കിട്ടി. സോ ഞങ്ങളുടെ പക അത് ഞങ്ങൾ ആദ്യം തീർക്കുക നിന്നോടായിരിക്കും. നിന്നെ ഞങ്ങൾ വെട്ടി പീസാക്കി അവൻ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് അവരിപ്പോൾ മുടിയന്റെ നേർക്ക് ഓടി അടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ 11th യൂണിറ്റിന്റെ ക്യാപ്റ്റൻ സെറാക്കയെയും ആ മോമോ പെണ്ണിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഇതുവരെ ശരിയായ വഴിയിൽ എത്തിയിട്ടില്ല. അവർ ഇച്ചിഗോയെ അന്വേഷിച്ച് ഏതൊക്കെയോ തെറ്റായ സ്ഥലങ്ങളിലേക്ക് എത്തും. അതിനുശേഷം കൺട്രോൾ പോയ സെറാക്കയാണെങ്കിൽ മോമോയോട് ദേഷ്യപ്പെട്ട് ചുമരൊക്കെ ചവിട്ടി പൊളിച്ച് ഓരോ ഭാഗത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അടുത്തതായിട്ട് കാണിക്കുക ആ 12th ഡിവിഷൻ ക്യാപ്റ്റൻ മയൂരിയാണ്. മയൂരിയാണെങ്കിൽ ട്രീറ്റ്മെന്റിലുള്ള ആ മൊട്ടയുടെ അടുത്തേക്ക് വരും. അവരാരായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, അവരുടെ ഉദ്ദേശം അതെന്താണ്, അവരെവിടേക്കാണ് പോയതെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ മൊട്ടയോട് ചോദിക്കും. പക്ഷെ മൊട്ട അവനാണെങ്കിൽ അവന്റെ ചോദ്യങ്ങൾക്ക് യാതൊരു മറുപടിയും പറയില്ല. അതിൽ പ്രകോപിതനായ മയൂരി അവന്റെ കൈ അങ്ങനെ നീട്ടി കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം 11th ഡിവിഷൻ ക്യാപ്റ്റൻ സെനാക്കി അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ അവന്റെ കൈ പിടിച്ചു വലിക്കുക. ഇവൻ എന്റെ ടീമിലുള്ള ഒരു മെമ്പറാണ്. ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കാനും പണിഷ്മെന്റ് കൊടുക്കാനും എന്തിന് കൊല്ലാൻ പോലുള്ള അധികാരം അതെനിക്കാണെന്ന് പറഞ്ഞ് അവൻ മൊട്ടയുടെ അടുത്തേക്ക് പോകും. അതിന് മയൂരിയാണെങ്കിൽ ഫുൾ കലിപ്പില് അവന്റെ അസിസ്റ്റൻസുമായി അവിടുന്ന് കടന്നു പോകും. ഇവിടെ കെസാക്കയും അവന്റെ അസിസ്റ്റന്റും. ഇവിടെ സെനാക്കിയെ കണ്ട് നമ്മുടെ മൊട്ടയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. സെനാക്കിയെ കാണുമ്പോൾ തന്നെ അവന് ഒരുപാട് പേടിയാവും. കാരണം അവൻ ഇപ്പൊ 11th ഡിവിഷന് വലിയൊരു അപമാനം സംഭവിച്ചിരിക്കുകയാണ്. സെനാക്കിയാണെങ്കിൽ അവനെ മൊത്തത്തിലൊന്ന് നോക്കും. മൊട്ടയുടെ ബോഡിയിൽ ഒരുപാട് ആഴത്തിലുള്ള പരുക്കുകളുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും പെട്ടെന്ന് അവനെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാനായിട്ട് കഴിയില്ല. ഇവിടെ മൊട്ടയാണെങ്കിൽ സെനാക്കിയോട് ക്ഷമ ചോദിക്കും. ഐ എം സോറി, എന്നെ കൊണ്ട് അവനെ തടയാനോ തോൽപ്പിക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ മാസ്റ്റർ, എനിക്കിത് പറയാതിരിക്കാനാവില്ല. ആ ഇച്ചിഗോയ്ക്ക് നല്ല പവറാണ്. നമ്മളോട് ഫൈറ്റ് ചെയ്യുന്തോറും അവന്റെ പവർ കൂടി വരും. സത്യത്തിൽ എനിക്ക് ഒരുപാട് പരുക്കുകൾ പറ്റിയെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആസ്വദിച്ചാണ് അവനോട് ഫൈറ്റ് ചെയ്തത്. അത് കേട്ട് ഇപ്പൊ സെനാക്കി ആള് ചിരിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്രോയും ഇച്ചിഗോയും അവർ രണ്ടുപേരും ഇപ്പോ അവർ പിടിച്ചുകൊണ്ട് വന്ന ആ സോൾ റീപ്പറിനെ ചൊല്ലി പൊരിഞ്ഞ തർക്കം. അതിന് ആ സോൾ റീപ്പർ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ അന്വേഷിച്ചു വന്നത് ഡെല്ലിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ റുക്കയെയാണോ? അവളെ രക്ഷിക്കാനാണോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടേക്ക് വന്നേ? അത് കേട്ട് ഹീറോ ആണെങ്കിൽ അതേന്ന് മറുപടി പറയും. അതിനാ സോൾ റീപ്പർ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവളെ രക്ഷിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്കും അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.